ആഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. രാജ്യത്തെ ആകാശയാത്രയെ പ്രതിസന്ധിയിലാക്കി തുടർച്ചയായി ഇൻഡിഗോ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുകയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുകയും കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാത വാഹനങ്ങൾ കടന്നുപോകുന്നതിനിടെ ഇടിഞ്ഞു താഴ്ന്ന സംഭവവും ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞതുമാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ. കൃത്യനിഷ്ഠതയുടെയും കാര്യക്ഷമതയുടെയും പര്യായമായി ഇന്ത്യൻ ആഭ്യന്തര വ്യോമയാന മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ച വിമാന കമ്പനിയാണ് ഇൻഡിഗോ. എന്നാൽ സമീപകാലത്ത് വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കുകയും മണിക്കൂറുകൾ വൈകുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. പറക്കാതെ വിമാനങ്ങൾ, പതറി യാത്രക്കാർ എന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ ഏറ്റവും വലിയ ഈ എയർലൈൻസ് എത്തിച്ചേർന്നിരിക്കുന്നു. എന്താണ് ഈ പ്രതിസന്ധിക്ക് പിന്നിൽ? ഇൻഡിഗോയുടെ നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാനമായി രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സമീപകാലത്ത് നടപ്പാക്കിയ പുതിയ പൈലറ്റ് ഡ്യൂട്ടി നിയന്ത്രണങ്ങൾ. രണ്ട്, കാലങ്ങളായി തുടരുന്ന പ്രശസ്തമായ പ്രാറ്റ് ആൻഡ് വിറ്റ്നി എഞ്ചിൻ തകരാറുകൾ. ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് വന്നത് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചു. പൈലറ്റുമാർക്ക് കൂടുതൽ വിശ്രമം ഉറപ്പാക്കാൻ നവംബർ 1 മുതൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കർശനമാക്കിയ പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ ചട്ടങ്ങളായിരുന്നു. എന്നാൽ രാജ്യമെമ്പാടുമുള്ള യാത്രക്കാർ ദുരിതത്തിലായ സാഹചര്യത്തിൽ വ്യോമയാന മന്ത്രാലയം ഈ ചട്ടങ്ങളിൽ താൽക്കാലികമായി ഇളവ് വരുത്തിയിരിക്കുകയാണ്. സുരക്ഷയും പ്രവർത്തനക്ഷമതയും തമ്മിലുള്ള സങ്കീർണമായ ഏറ്റുമുട്ടലാണ് ഈ സംഭവങ്ങൾ തുറന്നുകാട്ടുന്നത്. പൈലറ്റുമാരുടെ ക്ഷീണം കുറയ്ക്കുക എന്ന സുപ്രധാന ലക്ഷ്യത്തോടെയാണ് DGCA പുതിയ FDTL ചട്ടങ്ങൾ കൊണ്ടുവന്നത്. ഇതനുസരിച്ച് പൈലറ്റുമാരുടെ പ്രതിവാര വിശ്രമ സമയം 36 മണിക്കൂറിൽ നിന്ന് 48 മണിക്കൂറായി വർദ്ധിപ്പിക്കുകയും രാത്രിയിലുള്ള ലാൻഡിങ്ങുകൾ 6 എണ്ണത്തിൽ നിന്ന് 2 ആയി കുറയ്ക്കുകയും ചെയ്തു. വലിയ തോതിൽ സർവീസുകൾ നടത്തുന്ന ഇൻഡിഗോ പോലുള്ള കമ്പനികൾക്ക് ഈ മാറ്റം വലിയ വെല്ലുവിളിയായി. ചെലവ് കുറഞ്ഞ എയർലൈൻ എന്ന നിലയിൽ നിലവിലുള്ള പൈലറ്റുമാരെ പരമാവധി പ്രയോജനപ്പെടുത്തിയിരുന്ന ഇൻഡിഗോ പുതിയ നിയമങ്ങൾക്കനുസരിച്ച് വേണ്ടത്ര പൈലറ്റുമാരെ മുൻകൂട്ടി നിയമിക്കുന്നതിൽ പരാജയപ്പെട്ടു. കമ്പനിയുടെ ലീൻ സ്റ്റാഫിംഗ്, അതായത് കുറഞ്ഞ ജീവനക്കാരെ നിലനിർത്തുന്ന തന്ത്രം ഈ നിർണായക സമയത്ത് തിരിച്ചടിയായി. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതിനാൽ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ റദ്ദാക്കുകയോ ജീവനക്കാരെ കിട്ടാനായി മണിക്കൂറുകളോളം വൈകിപ്പിക്കുകയോ ചെയ്യേണ്ട അവസ്ഥ വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 200-ലധികം വിമാനങ്ങൾ വരെ ഒരു ദിവസം റദ്ദാക്കപ്പെട്ടത് ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ പ്രാറ്റ് ആൻഡ് വിറ്റ്നി എഞ്ചിൻ തകരാറുകൾ കാരണം നിരവധി വിമാനങ്ങൾ നേരത്തെ തന്നെ നിലത്തിറക്കിയതും പ്രവർത്തനക്ഷമമായ വിമാനങ്ങളുടെ എണ്ണം കുറച്ചു. ഈ ഇരട്ട പ്രഹരം കമ്പനിയുടെ ഷെഡ്യൂളുകളെ പൂർണ്ണമായി താളം തെറ്റിക്കുകയും 100 കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കുന്നതിനും മണിക്കൂറുകളോളം വൈകുന്നതിനും കാരണമാവുകയും ചെയ്തു. ഇത് യാത്രക്കാരെ വലയ്ക്കുകയും രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. ക്രിസ്തുമസ്, ന്യൂ ഇയർ പോലുള്ള തിരക്കേറിയ യാത്രാ സീസണിൽ ഉണ്ടായ ഈ പ്രതിസന്ധി ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ യാത്രകളെയും അവധിക്കാല പദ്ധതിയെയും താറുമാറാക്കി. അവസാന നിമിഷം വിമാനങ്ങൾ റദ്ദാക്കിയതോടെ മറ്റു വിമാനങ്ങളിൽ ഉയർന്ന ടിക്കറ്റ് വില നൽകി യാത്ര ചെയ്യേണ്ടി വന്നത് യാത്രക്കാർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. അതേസമയം വിമാനങ്ങൾ റദ്ദാക്കുന്നതിനെക്കുറിച്ചോ വൈകുന്നതിനെക്കുറിച്ചോ കൃത്യസമയത്ത് വിവരങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ വിമാനത്താവളങ്ങളിൽ പ്രതിഷേധങ്ങളും ആശയക്കുഴപ്പങ്ങൾക്കും ഇടയാക്കി. പ്രതിസന്ധി പരിഹരിക്കാൻ നടപടികൾ തുടരുകയാണെന്നാണ് എയർലൈൻസ് അറിയിച്ചിരിക്കുന്നത്. തിരക്ക് കൂടുതലുള്ള റൂട്ടുകളിൽ കൂടുതൽ ജീവനക്കാരെ പുനർവിന്യസിപ്പിക്കാനും രാത്രികാല ഷെഡ്യൂളുകൾ പരിഷ്കരിക്കാനും മറ്റുമാണ് ശ്രമിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ യാത്രക്കാർ തങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് തുടർച്ചയായി പരിശോധിക്കണമെന്നും കാലതാമസം പ്രതീക്ഷിക്കണമെന്നും ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. 2026 ഫെബ്രുവരി 10 വരെ FDTL നിയമങ്ങളിൽ ചില ഇളവുകൾ നൽകണമെന്നാണ് ഇൻഡിഗോ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പരിഗണിച്ച് ജീവനക്കാരുടെ വിശ്രമ സമയം സംബന്ധിച്ച നിർദ്ദേശങ്ങളിൽ DGCA താൽക്കാലിക മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ ഇളവുകൾ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുമെങ്കിലും എയർലൈനുകളുടെ ആസൂത്രണത്തിലെ പിഴവാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന വിമർശനം പൈലറ്റ് സംഘടനകൾ ശക്തമായി ഉയർത്തുന്നുണ്ട്. ചട്ടങ്ങളിൽ ഇളവ് വരുത്തുന്നതിനായി എയർലൈനുകൾ DGCA സമ്മതത്തിലാക്കുകയാണോ എന്ന സംശയവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നു.
DGCA നൽകിയ താൽക്കാലിക ഇളവ് വിമാന കമ്പനികൾക്ക് ഒരു ആശ്വാസമാണ്. ഇത് വിമാന സർവീസുകൾ എത്രയും പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചേക്കാം. എങ്കിലും ഈ നടപടി സുരക്ഷയുടെ കാര്യത്തിൽ ഒരിടവേള മാത്രമാണ്. പൈലറ്റുമാർക്ക് മതിയായ വിശ്രമം നൽകുക എന്ന സുരക്ഷാ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള നീക്കമാണിത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങളിലൊന്ന്. മാറുന്ന ആഗോള സാഹചര്യങ്ങളിലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ഒരു ധ്രുവ നക്ഷത്രം പോലെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് ശേഷം നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ഈ പ്രസ്താവന നടത്തിയത്. ഈ ഉച്ചകോടിയിൽ പ്രതിരോധം, വ്യാപാരം, സാമ്പത്തിക സഹകരണം, ഊർജം, കുടിയേറ്റം, ആരോഗ്യം, ഷിപ്പിംഗ് തുടങ്ങിയ പ്രധാന മേഖലകളിലായി 8 കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. പരസ്പര ബഹുമാനത്തിലും അഗാധമായ വിശ്വാസത്തിലും അധിഷ്ഠിതമായ ഈ ബന്ധം ഭാവിയിലെ ആഗോള വെല്ലുവിളികളെ നേരിടാൻ ഇരു രാജ്യങ്ങൾക്കും കരുത്തു നൽകുമെന്ന ആത്മവിശ്വാസം നൽകുന്നു. ഇന്ത്യ റഷ്യ ബന്ധം കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി നിരവധി ആഗോള പ്രതിസന്ധികളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. പ്രസിഡന്റ് പുടിൻ തനിക്ക് അടുത്ത സുഹൃത്താണെന്ന് വിശേഷിപ്പിച്ചത് നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പവും രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ സൗഹൃദവും എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. കൂടാതെ റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട്, അതായത് സമാധാനത്തിന്റെ പക്ഷത്താണ് ഇന്ത്യ എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന, തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്താനുള്ള ഇന്ത്യയുടെ കഴിവാണ് സൂചിപ്പിക്കുന്നത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും മോദി പറഞ്ഞു. ഈ ഉച്ചകോടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളിലൊന്ന് 2030 വരെയുള്ള സാമ്പത്തിക സഹകരണ പദ്ധതിക്ക് ഇരു രാജ്യങ്ങളും ധാരണയായതാണ്. വ്യാപാരത്തെയും നിക്ഷേപത്തെയും കൂടുതൽ വൈവിധ്യവൽക്കരിക്കാനും സുസ്ഥിരമാക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി സഹ ഉൽപാദനം, സഹനവീകരണം, കയറ്റുമതി എന്നിവയ്ക്ക് പുതിയ സാധ്യതകൾ തുറക്കും. ഈ ഉച്ചകോടിയും കരാറുകളും ഇന്ത്യ റഷ്യ ബന്ധം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് പ്രതിരോധത്തിൽ നിന്ന് സാമ്പത്തിക, സാമൂഹിക മേഖലകളിലേക്ക് ശക്തമായി വളരുകയാണെന്നും തെളിയിക്കുന്നു. തന്ത്രപരമായ പങ്കാളിത്തം കൂടാതെ ഷിപ്പിംഗ്, ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പരസ്പര ബന്ധം കൂടുതൽ സമഗ്രവും ജനങ്ങൾക്ക് പ്രയോജനകരവുമാക്കുന്നു. സൈനികേതര ആണവോർജ്ജ മേഖലയിലെ സഹകരണവും ചെറുകിട ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ശുദ്ധ ഊർജ ലക്ഷ്യങ്ങൾക്ക് പിന്തുണ നൽകും. ഇന്ത്യ റഷ്യ സൗഹൃദം കാലങ്ങളായി നിലനിൽക്കുന്ന അചഞ്ചലമായ ബന്ധമാണ്. 8 സുപ്രധാന കരാറുകളിലും 2030 വരെയുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ പദ്ധതിയിലും ഒപ്പുവെച്ച ഈ ഉച്ചകോടി ഇരു രാജ്യങ്ങളും പരമ്പരാഗതമായ സൈനിക ബന്ധങ്ങളിൽ ഒതുങ്ങാതെ സാമ്പത്തിക, സാങ്കേതിക, ജനകീയ തലങ്ങളിലേക്ക് തങ്ങളുടെ പങ്കാളിത്തം വികസിപ്പിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നി പറഞ്ഞതുപോലെ പരസ്പര വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ ബന്ധം ഇരു രാജ്യങ്ങൾക്കും ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാനും ലോകവേദിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനും കരുത്തു നൽകുമെന്നതിൽ സംശയമില്ല. ദേശീയപാതയുടെ സർവീസ് റോഡ് ഭാഗം തകർന്ന് വലിയൊരു ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായ സംഭവം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെക്കുറിച്ചും അവഗണിക്കപ്പെട്ട മുന്നറിയിപ്പുകളെക്കുറിച്ചുമുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിനു മുന്നിൽ ഉയർത്തുന്നു. കൊട്ടിയത്തെ റോഡ് തകർച്ച കേവലം ഒരു എഞ്ചിനീയറിംഗ് പിഴവായി മാത്രം കാണാൻ കഴിയില്ല. ഇത് പൊതുജന സുരക്ഷയെയും എഞ്ചിനീയറിംഗ് ധാർമ്മികതയെയും കുറിച്ചുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ തകർന്ന ഭാഗം പൊളിച്ചു നീക്കി ദുർബലമായ മണ്ണിന്റെ അവസ്ഥ പരിഗണിച്ച് തൂണുകളിൽ നിർമ്മിച്ച ഫ്ലൈ ഓവർ പണിയണമെന്ന ആവശ്യം ശക്തമാണ്. വലിയ ദുരന്തം ഒഴിവായെങ്കിലും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ശാസ്ത്രീയമായ പരിശോധനകൾക്കും നിലവാരത്തിനും ഊന്നൽ നൽകേണ്ടതിന്റെ അനിവാര്യത്തിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. അവഗണിക്കപ്പെട്ട ഓരോ മുന്നറിയിപ്പുകളും വരാനിരിക്കുന്ന വലിയ അപകടങ്ങളുടെ സൂചനയാണെന്ന പാഠം അധികാരികൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. റോഡിലൂടെ യാത്ര ചെയ്യുകയായിരുന്നവർക്ക് വലിയൊരു കുലുക്കം അനുഭവപ്പെടുകയായിരുന്നു. പലരും അത് ഭൂമിക്കുലുക്കമാണെന്നവരെ തെറ്റിദ്ധരിച്ചു. റോഡിന്റെ കോൺക്രീറ്റ് പാനലുകൾ അടർന്നു വീഴുകയും ഭൂമി പലയിടത്തും ഉയർന്നു പോകുകയും ചെയ്യുന്ന ഭീകരമായ കാഴ്ചയായിരുന്നു അത്. ഈ സംഭവത്തിന്റെ മൂലകാരണം പരിശോധിക്കുമ്പോൾ കരാറുകാരും ദേശീയപാത അതോറിറ്റിയും കാണിച്ച ഗുരുതരമായ അനാസ്ഥ വ്യക്തമാകും. തകർന്ന പാത സ്ഥിതി ചെയ്യുന്ന പ്രദേശം ചതുപ്പ് നിലവും അടിയിൽ ചെളിയുമുള്ള ചരിത്രപരമായ സ്ഥലമാണെന്ന അറിവുണ്ടായിട്ടും നിർമ്മാണത്തിനു മുമ്പ് കാര്യമായ മണ്ണ് പരിശോധന നടത്താൻ അധികൃതർ തയ്യാറായില്ല. ചേറും ചെളിയുമുള്ള ഈ ദുർബലമായ അടിത്തറയിൽ ഭാരം താങ്ങാനുള്ള ശേഷി വർദ്ധിപ്പിക്കാതെ കോൺക്രീറ്റ് പാനലുകളും ഭീമാകരമായ മൺതിട്ടകളും സ്ഥാപിക്കുകയായിരുന്നു. പഴയ ദേശീയപാതയുടെ ഭാഗമായി ഇവിടെ മുൻപ് കലുങ്ക് നിർമ്മിച്ചപ്പോൾ പോലും മണ്ണിന്റെ ബലക്കുറവ് പരിഗണിച്ച് തേക്കിൻ കട്ടകൾ താഴ്ത്തി ഉറപ്പിച്ചിരുന്നു എന്ന വസ്തുത പുതിയ നിർമ്മാണത്തിൽ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു.
എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഒരു സംഭവം ഒരു മുന്നറിയിപ്പായി മാറുന്നത് നാട്ടുകാരുടെയും വിദഗ്ധരുടെയും മുന്നറിയിപ്പുകൾ തുടർച്ചയായി അവഗണിക്കപ്പെട്ടു എന്നതിനാലാണ്. പാത 10 മാസം പോലും തികക്കില്ലെന്ന് അന്നേ ചില നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മണ്ണിന്റെ ഘടനയെക്കുറിച്ച് കരാറുകാരോട് പറഞ്ഞപ്പോൾ ആവശ്യമായ പരിശോധനകൾ നടത്തിയാണ് നിർമ്മാണം നടത്തുന്നതെന്ന മറുപടി നൽകി അവരതിനെ തള്ളിക്കളഞ്ഞു. ജംഗ്ഷനുകളിലും മറ്റും മേൽപ്പാലം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും NHAI ചെലവ് ചുരുക്കാനായി മണ്ണിട്ടുയർത്തിയുള്ള രീതി തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നു വീണ സംഭവം ദേശീയപാത അതോറിറ്റിയുടെ കുറ്റകരമായ അനാസ്ഥയാണെന്ന് KC വേണുഗോപാൽ MP മാധ്യമങ്ങളോട് പറഞ്ഞു. ദേശീയപാത അതോറിറ്റി മറുപടി പറയണമെന്നും ദേശീയപാത നിർമ്മാണത്തിന് പിന്നിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിന് പകരം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു ജോലി അവർ ചെയ്യുന്നില്ല. ഇതിന് വൻ അഴിമതികളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിൽ ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി കണക്കെടുക്കാത്തവണ്ണം എല്ലാം അഴിമതി നിറഞ്ഞ നിർമ്മാണ പ്രവർത്തികളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പപ്പടം പൊടിയുന്നത് പോലെ റോഡ് തകർന്നു വീഴുന്നത്. ഈ അഴിമതിയിൽ സംസ്ഥാന സർക്കാർ മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കതിൽ പങ്കുണ്ടാവും. കേന്ദ്രത്തിന്റെ ദേശീയപാത അതോറിറ്റി ഭാഗത്തുള്ള കുറ്റകരമായ കാര്യമാണ്. എന്തായാലും ഇത് പാർലമെന്റിൽ വീണ്ടും ശക്തമായി ഉന്നയിക്കും. ഞങ്ങൾ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ചോദിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ തന്നെ കൂരാടിന്റെ കാര്യത്തിൽ ഇത് ശക്തമായിട്ട് ഞങ്ങൾ ഇതിപ്പം സ്കൂൾ ബസ് ഉണ്ടായിരുന്നു അവിടെ തൊട്ടടുത്ത്. ഇത് റോഡ് ഉദ്ഘാടനം ചെയ്തിട്ടാണ് പോകുന്നെങ്കിൽ തന്നെ എന്താകുമായിരുന്നു സ്ഥിതി? കൂരിയാടും അത് തന്നെയല്ലേ സ്ഥിതി, തുറവൂരിലും അത് തന്നെയല്ലേ സ്ഥിതി? ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട സംസ്ഥാന ഗവൺമെൻറ്റാണെങ്കിൽ നിസ്സംഗതയാണ്. ദേശീയപാത അതോറിറ്റിക്കെതിരായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് സംസ്ഥാന സർക്കാർ നിർമ്മാണം നടത്തുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. പക്ഷേ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ പരിശോധിക്കാൻ അവർക്ക് പറയാമല്ലോ. മാത്രമല്ല ജില്ലാ കലക്ടർമാർ ചെയർമാനായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ യുവനേതാക്കളിൽ ശ്രദ്ധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല നിയമരംഗത്തും ശ്രദ്ധേയമായ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ നിലവിലുള്ള ഭരണകൂടം കേസുകൾ ചുമത്തുന്നതിനായുള്ള ആരോപണങ്ങൾ ശക്തമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ ഈ ഇടപെടൽ ജനാധിപത്യപരമായ പ്രതിഷേധത്തിനുള്ള അവകാശത്തെക്കുറിച്ചും പോലീസ് നടപടികളുടെ നിയമപരമായ സാധ്യതയെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ നിലവിലുള്ള കേസിൽ അറസ്റ്റുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവുണ്ടായത്. ജസ്റ്റിസ് K ബാബുവിന്റെ ഉത്തരവനുസരിച്ച് ഈ മാസം 15-ന് കേസ് വിശദമായി വാദം കേൾക്കുന്നതുവരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നത്. കോടതി ചേർന്നയുടൻ രാഹുലിന്റെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യം ജസ്റ്റിസ് K ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കേസുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ തങ്ങൾക്ക് ബോധിപ്പിക്കാനുണ്ടെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. തുടർന്ന് കേസിൽ വിശദമായി വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുകയും ചെയ്തെന്ന കേസിലാണ് രാഹുൽ മാങ്കൂട്ടം MLA മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നെന്നും ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ യുവതി പരാതി നൽകിയതാണെന്നുമാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിൽ വീഴുന്നതല്ല. ഗർഭഛിദ്രം നടത്തിയെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഇക്കാര്യത്തിൽ തന്റെ പക്കൽ മതിയായ തെളിവുകളുണ്ട്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ഹർജിയിൽ പറയുന്നു. അതൊക്കെ നമ്മുടെ സമൂഹത്തില് എല്ലാവരും വിലയിരുത്തപ്പെടുന്ന കാര്യമാണ്. പോലീസ് ഫലപ്രദമായ നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഈ പറയുന്ന പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് ചിലർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഇപ്പൊ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അത് ബോധപൂർവം സംരക്ഷിക്കുന്നതിനുള്ള നടപടിയെടുത്തു എന്നാണ് സംശയിക്കേണ്ടത്. ഇനിയെങ്കിലും അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കാതിരിക്കുക. പോലീസ് ഫലപ്രദമായി തന്നെ പ്രവർത്തിച്ച് ആളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, നമ്മളിപ്പോ അത് തന്നെ അരക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ മാതൃകാപരമാണെന്നൊക്കെ പറയാൻ പറ്റുമോ? ജയിലിൽ കിടന്നയാള് ഈ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടുത്തുണ്ടാവുമല്ലോ. പറഞ്ഞയാള് സംസാരിക്കുമ്പോ അന്നേരം അദ്ദേഹം ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത്തരമൊരു കുറ്റത്തില് ജയിലിൽ കിടന്നയാള് ഒപ്പം കഴിയുന്നില്ലേ? ഈ പറയുന്നയാളല്ല. അങ്ങനെ ആളുകളെ പുറത്താക്കപ്പെട്ടിരുന്നു. ഈ MLA-മാരായിട്ടുള്ള ചിലര് ഇപ്പോ കോൺഗ്രസ് പാർട്ടിയിലുള്ളവര് അവര് ചിലര് ജയിലിലടക്കം കിടന്നില്ലല്ലോ. ആ ജയിലിൽ കിടന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിനോ അവര്?
രാഹുലിന്റെ കാര്യം നിങ്ങൾ നമ്മുടെ നാട് സമൂഹം പൊതുവിൽ നല്ല നിലക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്? എത്ര ബീഭത്സമായ കാര്യങ്ങളാണ്. നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ? ഞാനതാകെ ഇപ്പൊ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? പൊതുസമൂഹത്തിന് ചേർന്നതാണോ? അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നു എന്നല്ലേ പറയുന്നത്. അങ്ങനെ നേതൃത്വം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ? ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ? സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പാർട്ടിയല്ലേ, മഹത്തായ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയല്ലേ. ആ പാരമ്പര്യം തീർത്തും കളഞ്ഞു കുളിക്കുന്നത് ശരിയാണോ? അവരാലോചിക്കേണ്ടതില്ലേ അതൊക്കെ? നിങ്ങൾ കാണേണ്ടത് ഇപ്പോ ഏറ്റവും ഒടുവിൽ വന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ. പരാതി പരിശോധിച്ചാലേ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ അല്ല എന്നിപ്പോ ആർക്കും പറയാൻ പറ്റില്ലല്ലോ. കാരണം ഒരാള് എത്തിച്ചു കൊടുക്കുകയാണെന്നാണല്ലോ. എന്താ അതിന് പറയാ സാധാരണ മലയാളത്തിൽ? ഞാനിപ്പോ പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങളെല്ലാവരും നല്ല ശൈലിയിൽ എഴുതുന്നവരും പറയുന്നവരുമാണല്ലോ. അങ്ങനെ ഒരു അധപ്പതനം എങ്ങനെയാണ് ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് സംഭവിക്കുന്നത്? അതാണോ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്? ആളെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കലാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്? ഒരാൾ ആഫീസും പൂട്ടി സ്ഥലം വിട്ടു എന്ന് പറഞ്ഞില്ലേ ഇതിന്റെ ഭാഗമായിട്ട്? അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഈ നിങ്ങൾ പറഞ്ഞ വെട്ടുകിളികൾ രംഗത്ത് വരുന്നത്? ഇയാളെ തൊട്ട് ആരും പറയാൻ പാടില്ല. അങ്ങനെ അങ്ങനെ പറയാൻ തയ്യാറായാൽ ആ പറയുന്നവർക്കെതിരെയുള്ള ഭയങ്കര അസഭ്യവർഷം, എന്തെല്ലാം ആക്ഷേപങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള അവഹേളിക്കലുകൾ. ചില ആളുകളെ, നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ എറണാകുളത്തുള്ളവരല്ല, ചിലയിടത്തുണ്ടായല്ലോ മാധ്യമ പ്രവർത്തകര് ചില കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ, കോൺഗ്രസ് നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നപ്പോ എന്താ കണ്ട ബഹളം? ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണോ? ഏതെങ്കിലും പാർട്ടിയിൽ സംഭവിക്കും ഇങ്ങനെ? അതും കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിലെ ഏറ്റവും പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖരിൽ ഒരാൾ എന്ന് പറയാവുന്നയാൾ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോഴാണ് സ്വന്തം അനുയായികൾ തന്നെ വലിയ തോതിൽ ബഹളം വെക്കുന്നത്. എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പറ്റി ചോദ്യം വന്നുകൂടാ? നൽകുന്ന കൃത്യമായ സന്ദേശം എന്താണ്? ആരും ഇദ്ദേഹത്തെ തൊടാൻ പാടില്ല, ഇദ്ദേഹം ചെയ്ത തെറ്റുകളെ കുറിച്ച് പറയാൻ പാടില്ല, അതെല്ലാം ഞങ്ങളുടെ സ്വന്തമാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത്തരത്തിൽ ഒരു സംരക്ഷണ വലയം എന്തിനാണ് ഒരുക്കാൻ തയ്യാറായത്? അതും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.